നമ്മൾ മഹാബലിപുരത്തെത്തുമ്പോൾ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, മണ്ഡപങ്ങൾ, ഭീമൻ പാറകൾ, പാറകളിൽ കൊത്തിത്തീർത്തിരിക്കുന്ന വിസ്മയങ്ങൾ, അങ്ങനെ ഓരോന്നും. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് മഹാബലിപുരം. മാമല്ലപുരം എന്നും പറയപ്പെടുന്നത്. ചെന്നൈ നഗരത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മഹാബലിപുരത്തെത്താം. പ്രത്യേകിച്ച് വാസ്തുവിദ്യ, ശില്പകല, ചരിത്രാന്വേഷണം എന്നിവയിൽ താല്പര്യമുള്ള ആളുകളുടെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനാണ് മഹാബലിപുരം. റൂട്ട് ഫൈൻഡറിൻ്റെ ഇന്നത്തെ യാത്ര മഹാബലിപുരത്തേക്കാണ്. ആദ്യമായി നമ്മൾ പോകുന്നത് അർജുന പെനൻസിലേക്കാണ്. അർജുന പെനൻസ്, അർജുനൻ്റെ ധ്യാനം. മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗം അതിവിടെ റോക്കറ്റ് കാർവിങ്സിലൂടെ നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ അർജുനൻ കുരുക്ഷേത്ര യുദ്ധകാലത്ത് പാശുപതാസ്ത്രം നേടാനായി ശിവനെ കാണാൻ ഹിമാലയത്തിൽ ചെല്ലുന്നു. ധ്യാനനിരതനായ ശിവനെ കാണാൻ കഴിയാതെ അർജുനൻ ശിവപ്രീതിക്കായി ധ്യാനം ചെയ്യുന്നത്. ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു പോർഷൻസാണ്, ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ ഈ റോക്കറ്റ് കാർവിങ്സിലൂടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു മഹാഭാരതത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ആണ് നമ്മൾ ഈ റോക്കറ്റ് കാർവിങ്ങിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ഫൈരദാസ്, മഹാബലിപുരം. പഞ്ചപാണ്ഡവർ വനവാസ സമയത്ത് ഇതുവഴി പോയെന്നും ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഫൈരദാസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുല സഹദേവൻ, അങ്ങനെയുള്ള 5 രഥങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോ രഥങ്ങളും ഒറ്റക്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു എക്സവേഷൻ മോഡലാണിത്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് താഴ്ന്നിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റോക്കിൽ അതിൻ്റെ താഴത്തുനിന്ന് തന്നെ കൊത്തിയെടുത്തതാവാം. പല്ലവ രാജാവ് 7-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചെന്ന് പറയപ്പെടുന്നത്. മഹാബലിപുരത്തെ ഈ ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് വേൾഡ് ഹെറിറ്റേജ് റെക്കഗ്നിഷനുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ലോകത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികളിലൂടെ എത്തുന്നു. നമുക്കും എല്ലാവർക്കും നമുക്ക് ഈ ആസ്വദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മഹാബലിപുരത്തെ ഈ ഫൈരദാസും, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മോണുമെൻറ്റ്സും നമ്മൾ ആസ്വദിക്കണം. നമുക്ക് അവരുടെ നിർമ്മിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പഴയ കാലത്തെ റോക്കറ്റ് കാർവിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു സംഗതി തന്നെയാണ്. അതിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്.
മഹാബലിപുരത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ബംഗാൾ ഉൾക്കടലിലെ തീരത്ത് ശിവ വിഷ്ണു ദുർഗ പ്രതിഷ്ഠയുള്ള ഈ ഷോർ ടെമ്പിളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ശിലാക്ഷേത്രം സന്ദർശിക്കാനായി ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ മഹാബലിപുരത്തെത്തുന്നത്. ഷോർ ടെമ്പിൾ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ അത് രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം ഇവിടെ നിന്നുള്ള സൂര്യോദയം അതിമനോഹരമാണ്. കൃഷ്ണാസ് വണ്ടർബോൾ തമിഴിൽ വാൻ ഇരയിക്കരട് എന്നാണ് പറയപ്പെടുന്നു. പ്രാദേശികമായിട്ട് ഒരുപാട് കഥകൾ ഇതിനെപ്പറ്റിയുണ്ട് പ്രചാരത്തിൽ. എങ്കിലും വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത്രയും വലിയൊരു കൂറ്റൻ പാറ ഇങ്ങനെ ഒരു ചരിഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് എന്നുള്ളത്. വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കൃഷ്ണ വണ്ടർബോളിൽ നിന്ന് കാണാൻ കഴിയുക. അത് മനോഹരമാണ് കൃഷ്ണപടം. ഇവിടെ ശില്പനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ ഒരുപാട് ശില്പികളെ നമുക്ക് കാണാൻ കഴിയും. ആ പല്ലവ കാലത്തെ അതേ കരവിരുത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള പല്ലവ ശില്പികൾ. വിദേശ സഞ്ചാരികൾ ധാരാളം ശില്പങ്ങളൊക്കെ വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ശില്പങ്ങളൊക്കെ വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. മഹാബലിപുരത്ത് ഈ മോണുമെൻറ്റ്സുകൾ മാത്രമല്ല കേട്ടോ, അതിമനോഹരമായ ഒരു ബീച്ച് സൈഡ് കൂടി. ബീച്ച് എൻജോയ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഇവിടെ പ്രൈവറ്റ് ബീച്ച് സൈഡുള്ള ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സൊക്കെ ഉണ്ട്. ഈ ചെന്നൈ ECR റോഡ് ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സും എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു റിസോർട്ടോ ഹോട്ടൽസൊക്കെ ഫൈൻഡ് ചെയ്യാൻ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുറച്ച് അന്വേഷിക്കുക. വളരെ നല്ല രീതിയിൽ മഹാബലിപുരം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക.